തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പരസ്യ പ്രതികരണ വിലക്കെതിരെ എൻ പ്രശാന്ത് IAS നടപടിച്ചട്ടങ്ങളും സർക്കുലറുകളും ഭരണഘടനയ്ക്ക് മുകളിലല്ല. എല്ലാ വിമർശനങ്ങളും നിയമവിരുദ്ധവുമല്ല. ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതെല്ലാം സർക്കാർ നടപടിയല്ലെന്നും എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. ഡോക്ടർ ഹാരിസ് ചിറക്കലിൽ ചിത്രം പങ്കുവച്ചാണ് പ്രശാന്തിന്റെ പ്രതികരണം. ഷിജോ കുര്യൻ വിവരവുമായി ചേരുന്നു. ഷിജോ, ഇപ്പോൾ അല്പം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരോട് പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശം ഉണ്ടായതിന് തൊട്ടുപിറകെയാണ് എൻ പ്രശാന്തിന്റെ പ്രതികരണം. ഇതിനെങ്ങനെ വായിക്കാം? അജിൻ സാർ, നമുക്ക് ഈ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് സർക്കാരിനെയും നിരന്തരം സമൂഹ മാധ്യമത്തിലൂടെ വിമർശിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ് എൻ പ്രശാന്ത്. അദ്ദേഹം ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകനെതിരെ നിരന്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ നിരന്തരം ചോദ്യമുനയിൽ നിർത്തുന്ന ആൾ കൂടിയാണ്. സമൂഹ മാധ്യമത്തിലൂടെ ചോദ്യമുനയിൽ നിർത്തുന്ന IAS ഉദ്യോഗസ്ഥനാണ് എൻ പ്രശാന്ത്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സമൂഹ മാധ്യമങ്ങളുടെ പരസ്യ പ്രതികരണം ഡോക്ടർമാർ, വകുപ്പ് മേധാവിമാർ നടത്തരുത് എന്ന് പ്രിൻസിപ്പൽ ഒരു താക്കീതും നിർദ്ദേശവും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എൻ പ്രശാന്ത് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. നിയമപരിജ്ഞാനം ഇല്ലാത്തവരും കൊളോണിയൽ അല്ലെങ്കിൽ രാജഭരണ സിൻഡ്രോം ഇന്നും തീർന്നവരാണ് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനൊരു വിലക്ക് പറയാറ് എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ എൻ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഭരണഘടന വ്യക്തമാക്കുന്ന സത്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതെല്ലാം സർക്കാർ നടപടിയല്ല. എല്ലാ വിമർശനങ്ങളും നിയമവിരുദ്ധമല്ല. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണേണ്ടതിന് പകരം ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥരുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് ചില നിയന്ത്രണങ്ങളൊക്കെ വെക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു വിമർശനം കൂടിയാണ് സമൂഹ മാധ്യമത്തിലൂടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെയും മെഡിക്കൽ കോളേജിന്റെയും ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദീർഘമായ കുറിപ്പിലൂടെ എൻ പ്രശാന്ത് പറയുന്നത്. അജിൻ, ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.